Alhamdulillah, Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi ta'ala min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم ونفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും വസിയത്ത് നൽകുകയാണ്. നമ്മൾ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇസ്ലാമിലെ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകിച്ച് പ്രാധാന്യങ്ങളൊന്നും ഇല്ല. അതേസമയം ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരു മാസമാണ് റബീഉൽ അവ്വൽ മാസം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തും ഒരഭിപ്രായ പ്രകാരം ജനനവും ഒക്കെ നടന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. പ്രവാചകന്റെ വഫാത്ത് അത് റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അത് പ്രവാചകനായതിനു ശേഷമാണ്, അത് രേഖകളിൽ റെക്കോർഡാണ്. അതേസമയം പ്രവാചകൻ ജനിച്ചത് ഈ മാസത്തിലാണെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഒരു ജന്മദിന ആഘോഷം എന്നത് ഇസ്ലാമിക ചരിത്രത്തിലൊന്നും കാണാൻ കഴിയില്ല. ഇസ്ലാമിൽ പൊതുവെ ബർത്ത്ഡേ ആഘോഷമില്ല. കാരണം ബർത്ത്ഡേ ആഘോഷം, അല്ലെങ്കിൽ ജന്മദിനാഘോഷം എന്ന് പറയുന്നത് ഒരാഘോഷിക്കേണ്ട കാര്യമല്ലെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരായുസ് കുറയല്ലേ. ഒരാളുടെ കയ്യിൽ 50 സ്വർണ്ണ നാണയമുണ്ട്. ഓരോ വർഷവും അതിൽ നിന്ന് ഓരോ സ്വർണ്ണ നാണയം വാങ്ങുമ്പോൾ അയാളുടെ സ്വർണ്ണ നാണയങ്ങൾ കുറഞ്ഞു വരുമ്പോൾ അയാൾ സന്തോഷിക്കുകയല്ല ചെയ്യുക. എന്നതുപോലെ അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ച ആയുസ്സിൽ നിന്ന് കുറയുമ്പോൾ നമ്മുടെ അർത്ഥത്തിൽ സന്തോഷിക്കുകയല്ല ചെയ്യുക. അതേസമയം പ്രവാചകന്റെ ജനനവും മരണവും ഒക്കെ ഒരു സന്ദർഭം എന്ന നിലയ്ക്ക് പ്രവാചകനെ പരിചയപ്പെടുത്താനും പ്രവാചക സന്ദേശം പ്രചരിപ്പിക്കാനും ഒക്കെ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്താറുണ്ട്. അതോടൊപ്പം തന്നെ ചില ആളുകൾ ആഘോഷമായി, വലിയ ആഘോഷമായി ഓരോ കൊല്ലവും പുതിയ പുതിയ രീതികളിലൂടെ ചൈനക്കാർ എന്തൊക്കെ ലൈറ്റ് ഇറക്കുന്നുണ്ട് അതൊക്കെ ഇട്ട് ആഘോഷം പോലെ മറ്റു മതസ്ഥർ ക്രിസ്തുമസിനൊക്കെ ചെയ്യുന്നത് പോലെയുള്ള
ഈ ബാലങ്കാല സംവിധാനങ്ങളിലേക്കൊക്കെ ഓരോ കൊല്ലവും പുതുതായി മാറിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ആ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ശരിക്കും പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രവാചകനെ ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ശ്രേഷ്ഠനാണ്, അഷ്റഫുൽ ഖൽഖാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിന്ന് പ്രവാചകന്മാരെ നിശ്ചയിക്കുകയും പ്രവാചകന്മാർ ജനങ്ങൾക്ക് സന്ദേശം എത്തിക്കുകയും ചെയ്യും. വഇൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദിർ, ഒരു മുന്നറിയിപ്പുകാരൻ വരാത്ത ഒരു സമൂഹം ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. അങ്ങനെ ലോകത്ത് കഴിഞ്ഞു പോയ സമൂഹങ്ങളിലേക്കൊക്കെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഹദീസിൽ റസൂൽ പഠിപ്പിക്കുന്നത് ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ അങ്ങനെ വന്നിട്ടുണ്ട്. ആ പ്രവാചക പരമ്പരയിലെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാതമുൻ നബിയ്യീൻ, പ്രവാചകരിൽ അന്തിമനാണ്. ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം നബിയില്ല എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറ്റ് നബിമാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മുഴുവൻ ലോകത്തേക്കും മുഴുവൻ കാലത്തേക്കും വേണ്ടി നിശ്ചയിക്കപ്പെട്ട നബിയാണ്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ, മുഴുവൻ ജനങ്ങൾക്കും സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ, മുന്നറിയിപ്പുകാരനായിട്ടാണ് റസൂലുള്ളാഹിനെ അയച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ റഹ്മത്തുൽ ലിൽ ആലമീൻ, മുഴുവൻ ലോകത്തിനും കാരുണ്യമാണ്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന സമൂഹത്തിലേക്കൊക്കെ ഉള്ള നബിയാണ്. അതേപോലെ അറബ് ലോകത്തിന് മാത്രമല്ല, ഭൂലോകത്തിൻ്റെ മുഴുവൻ നബിയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത. ഇസ്ലാം പഠിപ്പിക്കുന്നത് നബിമാരെ പൂർണ്ണമായും അനുസരിക്കണം എന്നാണ്. പൂർണ്ണമായും. കാരണം നബിമാർ കൊണ്ടുവന്നതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അള്ളാഹ് പഠിപ്പിച്ചതല്ലാത്ത മറ്റൊന്നും നബിമാർ പഠിപ്പിക്കുന്നില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ, സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും നബിമാർ സംസാരിക്കുന്നില്ല. വഹീന്റെ അടിസ്ഥാനത്തിലാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ആര് അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിച്ചോ അയാൾ അള്ളാഹിനെ അംഗീകരിച്ചു. ഒമൻ അത്താ റസൂല ഫഖദ് അത്താ അല്ലാഹ് ഒമൻ അസർ റസൂല ഫഖദ് അസല്ലാഹ്, ആര് അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ചോ അള്ളാഹിനെ ധിക്കരിച്ചു. അപ്പൊ ശരിക്കും ഇസ്ലാമിലെ അടിസ്ഥാനം അള്ളാഹിനെ അംഗീകരിക്കലാണ്. ആ അള്ളാഹ് പറഞ്ഞ കാര്യം തന്നെ നബി പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പൂർണ്ണമായും നബിയെ അംഗീകരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. മാക്കാനലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. മുഅ്മിനായ പുരുഷനും സ്ത്രീക്കും ഭൂഷണമല്ല. അല്ലാഹു റസൂൽ ഒരു കാര്യമായിട്ട് കൽപ്പിച്ചാൽ അത് പൂർണ്ണമായി സ്വീകരിക്കണം. പിന്നെ ഒരു അഴകുഴമ്പൽ സമീപനം സ്വീകരിക്കൽ ഭൂഷണമല്ല. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഖറജൻ മിമ്മാ ഖളൈത വയസല്ലിമു തസ്ലീമാ. അല്ലാഹുവിന്റെ സത്യം, ഒരു സത്യവിശ്വാസികളാവില്ല. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്കിടയിൽ ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചാൽ ഒരു മനപ്രയാസവും കൂടാതെ നിങ്ങളത് സ്വീകരിച്ചേക്കണം. റസൂലിൽ നിന്നുള്ളതാണെന്ന് അറിഞ്ഞാൽ പിന്നെ 100% സ്വീകരിക്കണം. കാരണം റസൂല് പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ റസൂലിനെ അംഗീകരിക്കണം. റസൂലിൻ്റെ കൽപ്പനകൾ സ്വീകരിക്കണം. അംഗീകരിക്കുകയും കൽപ്പനകൾ സ്വീകരിച്ചാലും പോരാ, ഉമ്മാനേക്കാൾ സ്നേഹിക്കുകയും വേണം. ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും സ്നേഹം അശത്തു ഹുബ്ബല്ലില്ല, അത് അള്ളാഹിനോട്. അള്ളാഹ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ഒരു സംശയമില്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അതങ്ങനെ തന്നെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. കുല്ലിങ്കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലിൻ ഇഖ്തറഫ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി
നിങ്ങളെ മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, ഇണകളെക്കാൾ, കച്ചവടത്തെക്കാൾ, കൃഷിയേക്കാൾ, എല്ലാറ്റിനേക്കാളും നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അള്ളാഹിനെ, അള്ളാഹിന്റെ റസൂലിനെ, ദീനിന്റെ മാർഗത്തെ. അതല്ല നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതാപിതാക്കളെയോ മക്കളെയോ സഹോദരങ്ങളെയോ ബന്ധുക്കളെയൊക്കെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അള്ളാഹിന്റെ ശിക്ഷ പ്രതീക്ഷിക്കണം. പച്ചക്ക് പറയാം, ഉമ്മാനേക്കാൾ ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹിന്റെ റസൂലിനെ, ബാപ്പയേക്കാൾ ഏറെ സ്നേഹിക്കേണ്ടത് അള്ളാഹിന്റെ റസൂലിനെ. റസൂലിനെ സ്നേഹിച്ചിട്ട് പിന്നെ ഉമ്മാനെ സ്നേഹിക്കേണ്ടത്. എന്നാൽ റസൂലിന്റെ താഴെയുണ്ട് ഒരു കാര്യം, റസൂല് പറഞ്ഞാൽ അതാണ് സ്വീകരിക്കേണ്ടത്. വിശ്വാസിയുടെ ഹൃദയത്തിൽ റസൂൽ ഉണ്ടാകും. കാരണം മനുഷ്യരെ ഇരുട്ടുകളിൽ നിന്ന്, ചെളിക്കുണ്ടിൽ നിന്ന് ഉയർത്തിയത് അള്ളാഹിന്റെ റസൂലാണ്. ഇസ്ലാം വരച്ചു കാണിക്കുന്ന ഒരു ബന്ധം അങ്ങനെ, അള്ളാഹ് കഴിഞ്ഞാൽ റസൂല്, പിന്നെ ദീന്, പിന്നെ ഉമ്മ, അങ്ങനെ ബാപ്പ, അങ്ങനെ അത്രയും ബഹുമാനവും സ്നേഹവും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണ്ടായിരുന്നു. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മുഴുവൻ മനുഷ്യരെക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാനല്ലെങ്കിൽ, അഥവാ റസൂല് പറയാം, ഞാനല്ലെങ്കിൽ നിങ്ങൾ സത്യവിശ്വാസിയാകില്ല. കാരണം ഇസ്ലാം പഠിപ്പിച്ച ഘടന അതാണ്. റസൂലിനെ സ്നേഹിക്കണം. ആ സ്നേഹം വെറുതെ സ്നേഹം, ആ സ്നേഹത്തിൽ നിന്ന് റസൂൽ എന്ത് കാണിച്ചോ, എന്ത് പഠിപ്പിച്ചോ, എന്ത് നിർദ്ദേശിച്ചോ അതൊക്കെയും സ്വീകരിക്കുന്ന, റസൂലിനെ പരിപൂർണമായും ഇത്തിബാ ചെയ്യുന്ന ആളുകളായിരിക്കണം വിശ്വാസം. റസൂലിനെ അങ്ങനെ പൂർണ്ണമായും സ്വീകരിക്കുന്ന ആളായിരിക്കണം വിശ്വാസം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഘടന. റസൂലുള്ളാഹിയുടെ കാലത്തൊക്കെ സഹാബാക്കളൊക്കെ അങ്ങനെയാണ് റസൂലിനെ ബന്ധപ്പെട്ടത്. റസൂലിനെ അവർ അത്രയും സ്നേഹിച്ചു. നമ്മൾ കേട്ടിട്ടില്ലേ, ഉഹുദ് യുദ്ധത്തിൽ ഒരു അൻസാരി വനിതയുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഷഹീദായി. ഉമ്മ, അല്ല ബാപ്പ, സഹോദരൻ, ഭർത്താവ്, മകൻ ഒക്കെ ഷഹീദായി. അതിങ്ങനെ ആ വിവരങ്ങൾ ഇങ്ങനെ സ്ത്രീയോട് പറയുകയാണ്, നിങ്ങളുടെ ഭർത്താവ് ഷഹീദായി. അപ്പോൾ നിങ്ങളുടെ മകൻ ഷഹീദായി, നിങ്ങളുടെ വാപ്പ ഷഹീദായി, സഹോദരൻ ഷഹീദായി. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇസ്തിർജായിട്ടില്ല. പക്ഷെ ആ ഇസ്തിർജായിൻ്റെ കൂടെ അവർക്കൊരു ചോദ്യം ചോദിക്കാണ്ട്, അയിന റസൂൽ, റസൂൽ എന്തായി, റസൂൽ എവിടെ? കുറെ കഴിഞ്ഞ് ഇവര് വീട്ടിൽ നിന്നിറങ്ങി യുദ്ധമുഖത്തേക്ക് ഓടി. ഉഹുദ് അവിടെ തന്നെയാണല്ലോ. ഓടുമ്പോൾ അവർക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, റസൂൽ എവിടെ റസൂൽ? അങ്ങനെ ഓടി യുദ്ധമുഖത്ത് അതാ റസൂൽ നിൽക്കുന്നു. അതിനിടയ്ക്ക് റസൂൽ കൊല്ലപ്പെട്ടു എന്നുള്ള കിംവദന്തി വരുത്തിയിട്ടുണ്ട്. അതാണ് ഈ ടെൻഷൻ. റസൂലുള്ളാഹിനെ ജീവനോട് ഇങ്ങനെ കാണുമ്പോൾ ആ സഹോദരി പറഞ്ഞു, പുല്ലു മുസീബത്തിൻ ബാദക ജലലു, താങ്കൾ ജീവിച്ചിരുന്ന പിന്നെ ബാക്കി മുസീബത്തൊന്നും ഒരു പ്രശ്നമല്ല. റസൂല് ജീവിച്ചിരുന്നാൽ ഭർത്താവിൻ്റെ ഷഹാദത്ത്, മകന്റെ വേർപാട്, അല്ലെങ്കിൽ വാപ്പയുടെ വേർപാട്, ഇതൊന്നും എനിക്കൊരു വിഷയമല്ല. എൻ്റെ എല്ലാമായ റസൂൽ ജീവിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് അബൂ സുഫിയാൻ ചോദിച്ചു, ഹുബൈബ് ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. 25-ാമത്തെ വയസ്സിൽ തൂക്കുകാരൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ഹുബൈബ് നീ ഓടിപ്പോയിക്കോ, പോകുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി, റസൂലുള്ളാഹിനെ ഒന്ന് ചീത്ത വിളിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട, നിന്നെ തൂക്കി കൊല്ലണില്ല. ഓടുമ്പോൾ നീ ഇത്ര പറഞ്ഞാൽ മതി, റസൂലിനൊന്ന് വലിച്ചാൽ മതി. പക്ഷെ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ എല്ലാമായ റസൂലിനെ ചീത്ത വിളിക്കുക. ഈ വിദൂരതയിൽ നിൽക്കുന്ന ഞാൻ എൻ്റെ റസൂലിൻ്റെ കാലിൽ ഒരു മുള്ളു തറക്കുമോ എന്നുള്ള പേടിയിലാണ് ഞാൻ നിൽക്കണേ. സ്വന്തം ജീവൻ രക്ഷപ്പെടാൻ റസൂലിനൊന്ന് ചീത്ത പിടിച്ചാൽ മതി ആ 25 വയസ്സുകാരന്. പക്ഷേ തൻ്റെ റസൂലിനോടുള്ള സ്നേഹം മുശ്രിക്കുകളുടെ മുമ്പിൽ അദ്ദേഹം ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുക. അപ്പോഴാണ് അബൂ സുഫിയാൻ പറഞ്ഞത്, മാ റഅയ്തു അഹദൻ മിനൻ നാസി യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ. മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കണ പോലെ ഒരു ജനത, ഒരു നേതാവിനെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല.
മുഹമ്മദ് നബിയുടെ അനുയായികൾ മുഹമ്മദ് നബിയെ സ്നേഹിക്കണ പോലെ ഒരു ജനത ഒരു നേതാവിനെ സ്നേഹിക്കണേ കണ്ടിട്ടില്ല. ഹുദൈബിയ സന്ധി കഴിഞ്ഞ് മുശ്രിക്ക് നേതാക്കന്മാർ മക്കയിലെത്തിയപ്പോൾ മക്കക്കാർ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു? സന്ധി വ്യവസ്ഥ ഒക്കെ നമുക്ക് അനുകൂല. പക്ഷേ കൂട്ടരെ ഒരു കാര്യങ്ങൾ അറിയണം, ഞങ്ങൾ കിസ്റ രാജാക്കന്മാരെ കൊട്ടാരത്തിൽ പോയിട്ടുണ്ട്, നജാഷിയുടെ കൊട്ടാരത്തിൽ പോയിട്ടുണ്ട്, വലിയ വലിയ ആളുകളുടെ മജ്‌ലിസുകളിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ മുഹമ്മദിൻ്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കണ പോലെ ഒരു ജനത ഒരു നേതാവിനെ സ്നേഹിക്കണ കണ്ടിട്ടില്ല. ഈ സ്നേഹം റസൂലുള്ളാഹിനെ കുറിച്ച് നമുക്ക് ഉണ്ടാവണം. പക്ഷെ എങ്ങനെ സ്നേഹിക്കുക? റസൂല് കൊണ്ടുവന്നതിന് പൂർണ്ണമായും അനുധാവനം ചെയ്യുക. റസൂൽ എന്ത് പഠിപ്പിച്ചു അത് സ്വീകരിക്കുക. റസൂലിൻ്റെ സുന്നത്ത് മുഴുവൻ സ്വീകരിക്കുക. റസൂലിൻ്റെ ജീവിത മാതൃക സ്വീകരിക്കുക. അയാളാണ് റസൂലിനെ സ്നേഹിച്ചത്. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി. ആരെൻ്റെ സുന്നത്തിനെ സ്നേഹിച്ചോ എന്നെ സ്നേഹിച്ചു. മൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. എന്നെ സ്നേഹിച്ചവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാണ്. റസൂലുള്ളാഹിനെ സ്നേഹിക്കൽ അങ്ങനെ. അതിനുവേണ്ടി നമുക്ക് കാണാൻ കഴിയും ലോകത്ത് ഇതുപോലൊരു വ്യക്തിത്വം ജീവിച്ചിട്ടുണ്ടോ? അത്ഭുതമല്ലേ? 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒട്ടകത്തിൻ്റെ മൂക്കേറ് പിടിക്കാൻ പഠിച്ച ജനതയിൽ ജനിച്ച നിരക്ഷരനായ ഒരു പ്രവാചകൻ. ആ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയങ്ങൾ. അത്യുത്തമമായ ജീവിതം. ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ചില്ലേ റസൂൽ? ലോകം അതുവരെ എന്തായിരുന്നോ അതല്ല. 23 സംവത്സരം കൊണ്ട് ഒരു പുതിയ ലോകത്തെ പുതിയ മനുഷ്യരെ പ്രവാചകൻ സൃഷ്ടിച്ചെടുത്തു. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുവല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. അവരെ വേദം പഠിപ്പിച്ച് സംസ്കരിച്ച് അത്യുന്നതരാക്കി മാറ്റിയെടുത്തു. അവർ വളരെ മോശക്കാരായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. കാരണം ആ റസൂല് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അത്യുത്തമമായ മാതൃക. നിങ്ങളൊന്ന് ആലോചിക്കുക, ലോകത്ത് ഏതെങ്കിലും ഒരു ജനത മദ്യപിക്കാത്ത ജനത ഉണ്ടായിട്ടുണ്ടോ? നമ്മളെ നാട്ടിലിപ്പോൾ മദ്യം കൂടി മദ്യമൊക്കെ പോയി ലഹരി കൂടി ഇപ്പോൾ തൂഫാൻ എന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ ഒരു ചെറിയ ശതമാനം പിടിക്കുന്നത്. ടീച്ചർമാർ, കുട്ടികൾ ഒക്കെ ലഹരി, ഭീകര ലഹരി മരുന്നിൻ്റെ വിപണനക്കാർ. ഞാനൊക്കെ ഉണ്ടാവും. അമ്മ, മാതാവ്, മകന്, ഭാര്യ, കുട്ടികൾ 4 കൂടി ചേർന്നിട്ട് ലഹരി കച്ചവടം നടത്തുന്നവർ. ഇതൊക്കെയല്ലേ ദിവസേന കിട്ടുന്ന വാർത്തകൾ? പുതിയ ഏത് സമൂഹത്തിലല്ലാത്തത്? പക്ഷേ ലോകത്ത് മദ്യം കഴിക്കാത്തൊരു സമൂഹത്തെ ചരിത്രത്തിന്റെ താളുകളിൽ സൃഷ്ടിച്ച ഒരു നേതാവുണ്ട്. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്യമില്ലാത്ത സമൂഹത്തല്ല, മുഴുകുടിയന്മാരെ മാറ്റിയെടുത്തു. നട്ടപ്പാതിരാക്ക് പോലും മദ്യം കഴിക്കാത്തൊരു സമൂഹത്തെ. ചരിത്രത്തിൽ സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടപ്പോൾ ആർക്കെങ്കിലും 3 പെൺമക്കളുണ്ടായി വിദ്യാഭ്യാസം ചെയ്ത് വിവാഹം ചെയ്തു കൊടുത്താൽ സ്വർഗമുണ്ടെന്ന് പറഞ്ഞു. ഈ ഫെമിനിസ്റ്റ് ലോകത്തല്ല, 1400 വർഷങ്ങൾക്ക് മുമ്പ് പെൺകുട്ടികൾ ജീവനോട് കുടിച്ചു മൂടപ്പെട്ട ഒരു കാലത്ത് ലോകത്തിന്റെ ഒരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് പറഞ്ഞത് പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുത്താൽ സ്വർഗം. ആ സ്ത്രീകളെ ചരിത്രത്തിൽ ഉയർത്തി, അവർക്ക് വസ്ത്രം നൽകി, സ്വത്തവകാശം നൽകി, വിവാഹമോചനാധികാരം നൽകി, വിദ്യാഭ്യാസത്തിന്റെ അവകാശം നൽകി. അവരെ ബഹുമാനിക്കുന്നവരാണ് പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഉത്തമനെന്ന് ലോകത്തെ പഠിപ്പിച്ചു ആ ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിഷയമാണ് പറഞ്ഞത്. സമത്വമുണ്ടാക്കി, ഉന്നതമായ സമത്വം. കറുകറുത്ത ബിലാൽ റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിച്ച റസൂൽ, കഅബാലയത്തിന്റെ മുകളിൽ കയറി ബാങ്ക് പിടിക്കാൻ നിർദ്ദേശിച്ച റസൂൽ, റസൂലിന്റെ മജ്‌ലിസിൽ ആ കറുകറുത്ത മുത്ത് ഉന്നതസ്ഥാനീയനായിരുന്നു. ഉച്ചനീചത്വത്തിന്റെ അവസാനത്തെ കണിക പോലും തന്റെ കാലിനടിയിൽ ചമർത്തി റസൂൽ. നീതി നടപ്പാക്കി റസൂൽ. എന്റെ പ്രിയപ്പെട്ട മോള് കഷ്ടാൽ ലൗസരിക്കത്ത് ഫാത്തിമ ബിൻത് മുഹമ്മദ് ലഖത്അതിയതഹാ, എന്റെ മകൾ കഷ്ടാൽ അവളുടെ കൈ ഞാൻ മുറിക്കുമെന്ന് ലോകത്തെ പഠിപ്പിച്ചു. ആ റസൂലിന്റെ പാഠശാലയിൽ പഠിച്ചവരാ നീതിമാന്മാരായ ഭരണാധികാരികളായ ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒക്കെ. ലോകത്ത് നീതി എന്താന്ന് അവരേതാ ലോകം പഠിച്ചത്.
നീതി എന്താണെന്ന് അവരാ ലോകം പഠിച്ചത് അവരേതാണ്, ശരികരിക്കേണ്ടതല്ല. താൻ നിരക്ഷരനാണെങ്കിലും വിജ്ഞാനത്തിന്റെ വിസ്ഫോടനം സൃഷ്ടിച്ച മഹാപ്രവാചകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഇലു താരീഖ അന്നാ മബഹ മൻ ബനാ ലിൽ ഇൽമി സുർഅൻ നിർഫഹ മൻ അഖാമ അദ്ദീന വദ്ദുനിയാ മഹ സയുജീബു മുസ്ലിമൂന മുസ്ലിമൂന മുസ്ലിമൂൻ. ചരിത്രത്തിന്റെ കഴിഞ്ഞുപോയ താളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, വിജ്ഞാനത്തിന്റെ ദന്തഗോപുരങ്ങൾ ലോകത്ത് സ്ഥാപിച്ചതാരാണ്? ദീനും ദുനിയാവും ലോകത്ത് ഒരുപോലെ സ്ഥാപിച്ചതാരാണ്? നിനക്ക് ഉത്തരം കിട്ടും, അത് മുസ്ലിങ്ങളാണ്, അത് ഇസ്ലാമിന്റെ പ്രവാചകർ സ്ഥാപിച്ചതാണ്. അങ്ങനെ ലോകത്ത് മാറ്റങ്ങൾ, വിപ്ലവങ്ങൾ ഉണ്ടാക്കി, പരിവർത്തനങ്ങൾ ഉണ്ടാക്കി. നമ്മൾ ആ റസൂലിനെ ഒന്ന് ശരിക്ക് ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. നമ്മളിപ്പോഴും ചെയ്യുന്നത് റസൂലിൻ്റെ ശരീര പാർട്സ്, അതായത് മുടി, നഖം, ഇതിൻ്റെ പോരിശ വന്ന് തീർക്കുക. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഞങ്ങളുടെ വരുമ്പോൾ എന്നോട് സുഹൃത്ത് കാണിച്ചു പറഞ്ഞു, ഉള്ള വൃത്തികേടുകൾ മുഴുവൻ റസൂലിൻ്റെ പോരിശ പറയാനാണ് നട്ടാൻ വെക്കുന്നത്. അത് പറയേണ്ട പോലെ പറയൂ. ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ റസൂലിനെ ശരിക്കും അവതരിപ്പിച്ചിട്ടില്ല. മൈക്കൽ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന ആംഗ്ലേയ ചരിത്രകാരൻ ലോകം ഇതുവരെ കണ്ട ഏറ്റവും പ്രഗത്ഭരായ 100 വ്യക്തികളെ ഒരു ഏറ്റവും ഉന്നതരായ 100 വ്യക്തികളെ കുറിച്ചുള്ള ഒരു പഠനം നടത്തിയിട്ട് ദ 100 എന്ന പുസ്തകം എഴുതി. നമ്മൾ കേട്ടിട്ടുണ്ട് ആ പുസ്തകത്തെ കുറിച്ച്. അതിൽ 1-ാം സ്ഥാനത്ത് ക്രിസ്ത്യാനിയായ മൈക്കൽ എച്ച് ഹാർട്ട് കൊടുത്തത് പ്രൊഫറ്റ് മുഹമ്മദ്, the most influential personality in the human history. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ക്രിസ്ത്യാനിയായ അദ്ദേഹം ജീസസ് ക്രൈസ്റ്റിന് കൊടുത്തത് 3-ാം സ്ഥാനം. 1-ാം സ്ഥാനത്ത് മുഹമ്മദ് റസൂലുള്ളാഹ്. അതിന് അദ്ദേഹം പറഞ്ഞു, കാരണം ആത്മീയമായും ഭൗതികമായും എല്ലാ അർത്ഥത്തിലും ലോകത്തെ മാറ്റിമറിച്ച മഹാനുഭാവൻ അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നും ലോകത്തിലെ 200 കോടി 250 കോടി മനുഷ്യർ തങ്ങളുടെ ഉമ്മയെക്കാളേറെ സ്നേഹിക്കപ്പെടുന്ന റസൂൽ. ഒരു 100-200 കോടി ജനത അവരുടെ ജീവിതത്തിൻ്റെ സമസ്തവും ആ റസൂലിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതുപോലൊരു മനുഷ്യൻ ചരിത്രത്തിൽ എവിടെയെങ്കിലും ജീവിച്ചോ നമ്മൾ ആലോചിച്ച് നോക്കണം. ആ റസൂലിനെ നമ്മൾ പൂർണ്ണമായും അനുധാവനം ചെയ്യണം. ഇവിടെ റസൂലിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത് റസൂൽ എന്തോ മാജിക് കാട്ടിയിട്ടൊന്നുമില്ല. അത്ഭുതമാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലും റസൂൽ തിരുത്തല്ലേ ചെയ്തത്. തൻ്റെ കുട്ടി മരിച്ച ദിവസം സൂര്യഗ്രഹണം ഉണ്ടായപ്പോൾ അത് ആളുകൾ തെറ്റിദ്ധരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരെ വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, ഇന്ന് എൻ്റെ കുട്ടി മരിച്ചു, സൂര്യഗ്രഹണം വേറെ ഉണ്ടായി. മുശ്രിക്കുകൾ തന്നെ പറഞ്ഞു, മുഹമ്മദ് നിസ്സാരക്കാരനല്ല. മുഹമ്മദിൻ്റെ കുട്ടി മരിച്ചപ്പോൾ സൂര്യൻ പോലും അനുശോചനം രേഖപ്പെടുത്തി. മുഹമ്മദിന് ആകാശലോകത്ത് സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആളുകളെ വിളിച്ചുകൂട്ടിയിട്ട് എനിക്ക് കുറച്ചൊക്കെ ഉണ്ട് എന്ന് പറയല്ല റസൂൽ ചെയ്തത്. ഇല്ല, ഞാൻ മനുഷ്യൻ മാത്രമാണ്, നിങ്ങളെപ്പോലുള്ള മനുഷ്യൻ പ്രഖ്യാപിക്കാതെ പറഞ്ഞല്ലോ. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, നീ പറയണം ഞാൻ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യനാണ്. എൻ്റെ ഒരൊറ്റ പ്രത്യേകത, യൂഹായിലെ എനിക്ക് വഹി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. എൻ്റെ പ്രത്യേകത മുഴുവൻ അല്ലാതെ വഹിയാണ്. ആ വഹിയിൻ്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം അത്ഭുതമില്ല. എന്നിട്ട് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, എൻ്റെ കുട്ടി മരിച്ചുകൊണ്ടല്ല സൂര്യഗ്രഹണം ഉണ്ടായത്, ആകാശലോകത്തെ എനിക്ക് സ്വാധീനമില്ല, എനിക്ക് മറിവ് പറ്റാറുണ്ട്, എനിക്ക് ഉറക്കം വരാറുണ്ട്, വേദന വരാറുണ്ട്, സന്തോഷം വരാറുണ്ട്, ഞാൻ കുടുംബജീവിതം നയിക്കുന്നു, കുട്ടികളുണ്ട്, എനിക്ക് എല്ലാമുണ്ട്. പ്രവാചകൻ മനുഷ്യർക്കിടയിൽ ജീവിച്ച പ്രവാചകനാണ്. പക്ഷെ ആ ജീവിതത്തിൻ്റെ എല്ലാ വശവും അല്ലാഹു തആല സെറ്റ് ചെയ്ത് ലോകത്തിനൊരു വ്യക്തിയെ ഉണ്ടാക്കി കൊടുക്കുക. നബിയായിട്ട് നന്നായതല്ല, നബി എങ്ങനെയോ ഒരു നല്ല മനുഷ്യനായി തീർന്നതല്ല. അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ മനുഷ്യന്മാർക്ക് റോൾ മോഡലായി ഒരു വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുകയാണ്. ചെറിയ സ്ഖലിതം വരുമ്പോൾ പോലും അല്ല ഇടപെടും, ചെറിയ അബദ്ധം വരുമ്പോൾ പോലും അല്ല ഇടപെടും. ആ പ്രവാചകനെ മാതൃകാപരമായി ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചു. അതിൻ്റെ വെളിച്ചവും ഇരുട്ടും ഒരുപോലെയാണ്. ചില നേതാക്കന്മാരുണ്ടാവും, വെളിച്ചത്ത് നല്ല ഉഷാറായിരിക്കും, ഇരുട്ടത്ത് ഭീകര ജന്തുവായിരിക്കും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രഹസ്യ ജീവിതം, വ്യക്തി ജീവിതം, സാമൂഹിക ജീവിതം ഒക്കെ വ്യക്തമാണ്. ഇതുപോലെ ജീവിതം റെക്കോർഡാക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടോ? തൻ്റെ ആത്മീയ ജീവിതമെന്ത്, കുടുംബജീവിതമെന്ത്, ലൈംഗിക ജീവിതമെന്ത്, ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും രേഖപ്പെടുത്തപ്പെട്ട് ഈ ജീവിതത്തിലേക്ക് നോക്കുവിൻ എന്ന് ലോകത്തെ പഠിപ്പിച്ച മഹാപ്രവാചകനായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളെ കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ റസൂലിനെ കുറിച്ച് കൂടുതൽ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ഏത് വ്യക്തിയെയും അത്ഭുതപ്പെടുത്തുന്ന
ഉന്നതമായ വ്യക്തിത്വമായിരുന്നു റസൂൽ. ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വം. വലൗ കുന്ത ഫളൻ ഗലീദൽ ഖൽബി ലംഫദ്ദു മിൻ ഹൗലി. പ്രവാചകൻ പരുഷ സ്വഭാവിയായിരുന്നെങ്കിൽ ആളുകൾ ചുറ്റും അകന്നു പോയേനെ. പക്ഷെ എല്ലാവരെയും ചേർത്ത് പിടിച്ചു. വഅഹ്സനു മിൻക ലം തറക്കത്തു ഐനി വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഗൈബിൻ കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. നല്ല പഠിക്കണം. ഹസ്സാൻ ബിൻ സാബിത്ത് പാടിയ പാട്ടാണ്. എന്താ പറഞ്ഞേ? വഅഹ്സനു മിൻക ലം തറക്കത്തു ഐനി. എൻ്റെ കണ്ണുകൊണ്ട് ഇതിനേക്കാൾ നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കണ്ണുകൊണ്ട് ഇതിനേക്കാൾ നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഒരു ഉമ്മയും ഇതിനേക്കാൾ നല്ലൊരു മനുഷ്യനെ പെറ്റിട്ടില്ല. ഒരു ഉമ്മയും ഇതിലും നല്ലൊരാളെ പ്രസവിച്ചിട്ടില്ല. എല്ലാവിധ ന്യൂനതകളിൽ നിന്നും മുക്തമായിക്കൊണ്ടാണ് അങ്ങ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങ് സ്വയം ആഗ്രഹിച്ചതുപോലെയാണ് അങ്ങ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് തോന്നുമാറ്. എങ്ങനെ സൃഷ്ടിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച പോലെ സൃഷ്ടിക്കപ്പെട്ട പോലെയാണ് തോന്നുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണം. റസൂലിനെ പരിചയപ്പെടുത്തണം. അത് റസൂലിൻ്റെ മുടി നീളം വെക്കുന്നുണ്ട്, മറ്റേ ഉണ്ട്, വല്ല അങ്ങനെയാണ്, റസൂലിൻ്റെ മലമൂത്ര വിസർജനത്തിന് മണമുണ്ടോ ഇല്ല, ഈ ചർച്ച ഒന്നല്ല ലോകത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു ചർച്ച ഖുർആനിലില്ല. ദിവ്യത്വം ആരോപിക്കലല്ല വേണ്ടത്. ഉള്ളത് തന്നെ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വ്യക്തിത്വമാണ് റസൂല്. ഉള്ളത് പറഞ്ഞാൽ പോലെ എന്തിനാണ് ആവശ്യം പറയാൻ നിൽക്കുന്നത്? റസൂലിൻ്റെ ശരീരത്തിന് ആമതുണ്ടോ, മണമുണ്ടോ, മറ്റതുണ്ടോ, ഇതൊക്കെയാണോ വേണ്ടത്? അതിലും വലിയ സന്ദേശമാണ് ലോകത്തിന് കൊടുത്തത്. ഇരുട്ടിൽ തപ്പുന്ന ലോകത്തോട് പറയണം, നിങ്ങളെ രക്ഷിക്കാൻ മുഹമ്മദ് റസൂലുള്ള നേതാവായിട്ടുണ്ട്, റസൂലിൻ്റെ മാർഗദർശനമുണ്ട്. അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതല്ല എന്തൊക്കെയോ വേറെ ചർച്ചയിലേക്ക് നയിക്കുക. എന്നിട്ട് മുൻകാല സമുദായങ്ങൾ ചെയ്ത അബദ്ധത്തിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ നീങ്ങാൻ പറ്റില്ല. എന്താ മുൻകാല സമുദായങ്ങൾ ചെയ്തത്? ശുദ്ധ മുസ്ലിങ്ങളായിരുന്നില്ലേ ക്രിസ്ത്യാനികൾ? ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അനുചരന്മാരല്ലേ? എന്താ അവർ ചെയ്ത തെറ്റ്? മഹാനായ ഉലുൽ അസ്മിൽപ്പെട്ട ഈസാ അലൈഹി ഇസ്ലാമിനെ മോശാക്കല്ല, അള്ളാഹുടെ മോനാക്കി. പഴച്ചുപോയി. ക്രിസ്ത്യാനികൾ യഹൂദന്മാർ മഹാനായ ഉദൈർ അലൈഹി ഇസ്ലാമിനെ അള്ളാഹുവിൻ്റെ പുത്രനാക്കി പഴച്ചുപോയി. റസൂലിനെ പുത്രനാക്കാൻ പാടില്ല. റസൂലിനെ പുത്രനല്ല. ഒരു സദസ്സിലേക്ക് മജ്‌ലിസിലേക്ക് കടന്ന് റസൂല് വരുമ്പോൾ സഹാബാക്കൾ ആദരപുരുഷർ എണീറ്റപ്പോൾ റസൂല് പറഞ്ഞു, വേണ്ട വേണ്ട, ഇതുപോലെ മുൻകാല സമുദായങ്ങൾ ചെയ്തു കൂട്ടിയ പോലുള്ള കാട്ടിക്കൂട്ടലുകൾ വേണ്ട. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ കൂടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രവാചകൻ ചെയ്യുന്നത്. നമ്മൾ റസൂലുള്ളാഹിനെ ദിവ്യത്താരോപിക്കുകയല്ല വേണ്ടത്. ആ ചർച്ചയല്ല ലോകത്തിന് കൊടുക്കേണ്ടത്. റസൂലിന് ലോകത്ത് കിട്ടേണ്ടത് റസൂലിന്റെ മുടി നീളം വെക്കണോ ഇല്ല എന്നുള്ള ചർച്ചയല്ല. റസൂലിന്റെ ജീവിത മാതൃക ആധുനിക ലോകത്ത് നുറുങ്ങുന്ന നൂറ് പ്രശ്നങ്ങളിൽ പെട്ടുടലുന്ന മനുഷ്യ സമൂഹത്തിന് വിമോചനത്തിന്റെ സന്ദേശമാണോ? റസൂൽ അവരുടെ നായകനാണോ എന്നുള്ളതാണ് ചർച്ചയാവേണ്ടത്. നിങ്ങൾ നേരിടുന്ന പ്രശ്നത്തിന്റെ പരിഹാരം റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ലോകത്തിന് പറഞ്ഞു കൊടുക്കണം. മദ്യത്തിലും ലഹരി മരുന്നിലും ആറാടുന്നവരോട് പറയണം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, റസൂലിന് മാതൃകയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം. സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്ന സമൂഹത്തോട് പറയണം, നിങ്ങളുടെ വ്യക്തിത്വവും അസ്തിത്വവും ഉയർത്തപ്പെടാൻ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യരോട് പറയണം, നീതി എന്താണെന്ന് ലോകത്തെ പഠിപ്പിച്ച ലോകത്തിന്റെ ഗുരു, ആ ഗുരുവിൽ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഇങ്ങനെ റസൂലിന്റെ വ്യക്തിത്വത്തെ നമുക്ക് ലോകത്തിന് മുമ്പിൽ ഉയർത്തി കാണിക്കാൻ കഴിയണം. റസൂൽ എന്ത് പഠിപ്പിച്ചോ അതിനെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കണം. ആ ജീവിത മാതൃക സ്വീകരിച്ചുകൊണ്ട് ഉന്നതമായ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുകയും നാളെ അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം സ്വർഗത്തിൽ എത്തിച്ചേരാൻ പരിശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.